അവന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പിന്നെയും ഒരുമിച്ച് ചേർന്ന് വചനദീപ്തി പ്രയർ ഫെലോഷിപ്പിലൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും കർത്താവ് നമ്മെ സഹായിച്ചു. ഇന്ന് പകൽ വേളയെങ്കിൽ നമ്മൾ കർത്തസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ 91 സങ്കീർത്തനം അതിന്റെ 2ാമത്തെ വേദഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ ഇടപെടുവാൻ തക്കവണ്ണം ഇടയായി. യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയുന്നു. ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വത്തിലായി ഇവിടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഞാൻ ആശ്രയിക്കുന്ന ദൈവം. ദൈവമക്കളെ, നമ്മൾ ആശ്രയിക്കുന്ന ദൈവം നമ്മളെ കൈവിടത്തില്ല, നമ്മളെ ഉപേക്ഷിക്കത്തില്ല. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നമ്മുടെ ദൈവം മാത്രമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ മണ്ഡലങ്ങളിലും പ്രശ്നത്തിന് പരിഹാരം നൽകുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് നമ്മുടെ ആശ്രയം അവനിൽ തന്നെ ആയിരിക്കണം. ആമേൻ. യഹോവ ആശ്രയമായിരിക്കുകയും യഹോവയിൽ തന്നെ ആശ്രയിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ എന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ദൈവമാണ്. നമ്മൾ കാനാവിലെ കല്യാണ വീടിനെ കുറിച്ച് ചിന്തിച്ചാൽ യേശു കർത്താവ് ശിഷ്യന്മാരും ഒരു ക്ഷണിക്കപ്പെട്ടിരുന്ന കല്യാണത്തിനായിട്ട്. എന്നാൽ അവിടെ ഒരു അത്ഭുതം ചെയ്യുമെന്നോ അവിടെ അവിടെ യേശു കർത്താവ് ഒരത്ഭുതം ചെയ്യുമെന്ന് കരുതിയോ അല്ല, മറിച്ച് യേശുവിനോട് ശിഷ്യന്മാരോടുമുള്ള സ്നേഹം കൊണ്ടാണ് ആ ഭവനത്തിലേക്ക് അവരെ വിളിച്ചത്. എന്നാൽ ദൈവമക്കളെ, അവിടെ പെട്ടെന്ന് അവിടുത്തെ വീഞ്ഞു കുറയുവാൻ തക്കവണ്ണം ഇടയായി. ആ കുറവുകളുടെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേൻ പ്രവർത്തിച്ചു. നമുക്ക് ആ ഭാഗം അറിയാൻ ഞാൻ വിവരിക്കുന്നില്ല. കർത്താവിന്റെ ദാസൻ സാക്ഷ്യം പറയുവാനുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് കൊടുക്കാം. കർത്താവിന്റെ ദാസിന് വേണ്ടി സമയം കൊടുക്കട്ടെ. എന്നാൽ തന്നിൽ ആശ്രയിക്കുന്നവരെ ഒരു നാളും കൈവിടാത്ത ദൈവം. മറിയ പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവിൻ. ശിഷ്യന്മാരോട് കൽപ്പിച്ചു, അവൻ എന്തെങ്കിലും ചെയ്താൽ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് അവൻ ചെയ്യുവിൻ. ആമേൻ. കർത്താവ് പറഞ്ഞു അവിടെയുള്ള ഭരണികളെല്ലാം വൃത്തിയാക്കി നിറയ്ക്കാൻ പറഞ്ഞു. അവിടെ നിറവിന്റെ അനുഭവം ഉണ്ടായി. ദൈവമക്കളെ, ആ വേലക്കാര്, ജോലിക്കാര് കർത്താവിൽ ആശ്രയിച്ച് അവൻ പറഞ്ഞ വാക്കിനെ അനുസരിച്ചത് കൊണ്ട് അവിടെ വലിയ മിറക്കൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ഇടയായി. ഒരു മിറക്കൾ ചെയ്യണമെന്ന് ചിന്തിച്ചല്ലേ വിളിച്ചത്. ദൈവമക്കളെ, അപമാനമാകേണ്ട സ്ഥാനത്ത് ആ ഭവനത്തെ അഭിമാനമാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമായി ഹല്ലേലൂയ അവൻ പ്രവർത്തിക്കുന്ന ദൈവമാ. ദൈവിക പ്രവർത്തികൾ ഹല്ലേലൂയ ഓരോ സെക്കൻഡിലും നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ ഇടയാക്കട്ടെ. ഈ ഉറപ്പും ധൈര്യമുള്ളവരായി മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കട്ടെ. കഴിഞ്ഞ നാളുകളിൽ അനേക അനുഭവങ്ങളുടെ നടുവിലൂടെ കടന്നുപോയ കർത്താവിന്റെ ദാസനാണ് ഇന്ന് നമുക്ക് നമ്മുടെ നടുവിലേക്ക് ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ നാമത്തിൽ കൃപയാൽ തന്റെ അനുഭവ സാക്ഷ്യം താൻ തന്നെ പറയും, താൻ തന്നെ പരിചയപ്പെടുത്തും. എന്നാൽ കർത്താവിന്റെ ദാസൻ ഷിബി എം.ആർ. ഹല്ലേലൂയ. കർത്താവിനാൽ അനുഗ്രഹീതനായ ഒരു ദൈവദാസനാണ്. തന്റെ ജീവിതത്തിൽ അനേക സാക്ഷ്യങ്ങൾ പറയുവാനുണ്ട്. കർത്താവിന്റെ ദാസനെ ആമേൻ ക്ഷണിക്കുകയാണ് ഇന്ന് പകൽക്കാലം. യഹോവ ആശ്രയമായിരുന്നത് കൊണ്ട് തന്റെ ജീവിതത്തിലും ആമേൻ ഇതുവരെയും ദൈവം ചെയ്ത അത്ഭുതങ്ങളെ കുറിച്ച് തനിക്ക് അവർണ്ണനീയമാവണ്ണം വിവരിക്കാനുണ്ട്. അതുകൊണ്ട് കർത്താവിന്റെ ദാസനെ ഇന്ന് പകൽക്കാലം ക്ഷണിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇന്ന് പകൽക്കാലം ഞങ്ങളോടൊത്ത് അല്പസമയം സാക്ഷീകരിക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. കർത്താവ് തന്റെ ദാസനെ പേര് പറഞ്ഞ് ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. അതിനുശേഷം തന്റെ ബാല്യകാലം മുതലുള്ള കാര്യങ്ങൾ കർത്താവ് തന്നിലൂടെ ഏത് ലെവലിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു അതിനനുസരിച്ച് പറയുവാൻ തക്കവണ്ണം കർത്താവ് ശരണപ്പെട്ടുകൊണ്ട് കർത്താവിന്റെ ദാസനെ ആമേൻ സാക്ഷ്യകൂടാരം, വചനദീപ്തിയുടെ സാക്ഷ്യകൂടാരം എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവിന്റെ നാമത്തിൽ ക്ഷണിച്ചു കൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. സ്നേഹവാനും പരിശുദ്ധനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകല് വൈകുന്നേര സമയത്തിനായി സ്തോത്രം. ഞങ്ങൾക്ക് ഈ സൂം മീറ്റിംഗിലൂടെ ഒന്നിച്ച് കർത്താവ് നൽകിയ നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. ഇന്ന് പകലിൽ കർത്താവേ സ്തോത്രം, ഈ സാക്ഷ്യകൂടാരം എന്ന ഈ സൂം മീറ്റിംഗിൽ സാക്ഷ്യം പ്രസ്താവിപ്പാൻ ഒരു അവസരം കർത്താവ് ഒരുക്കിയതിനായി സ്തോത്രം. ഈ മീറ്റിങ്ങിനെ ലീഡ് ചെയ്യുന്ന കർത്താവിന്റെ ദാസി വീണ തോമസിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യും. കർത്താവിന്റെ ദാസിയിലൂടെ ചെയ്തെടുപ്പിക്കുന്ന എല്ലാ നല്ല ശുശ്രൂഷകൾക്കായി സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കണം. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കും. തിരുനാമം ഇന്ന് പകൽക്കാലം മഹത്വപ്പെടുവാൻ സഹായിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സാക്ഷ്യകൂടാരം എന്ന ഈ മീറ്റിംഗിലേക്ക് കടന്നു വരുവാനും എൻ്റെ സാക്ഷ്യങ്ങൾ പ്രസ്താവിപ്പാനും ഒരവസരം ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ വിലപ്പെട്ട ദാസി ഹീന തോമസ്, കർത്താവിന്റെ ദാസി ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. ഞങ്ങളുടെ മാതൃസഭയിലെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ദാസൻ തോമസുട്ടി പാസ്റ്ററുടെ കൂട്ടുദാസിയാണല്ലോ കർത്താവിന്റെ ദാസി. ആ ദൈവദാസിയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇങ്ങനെ ഒരു കൂട്ടായ്മ ലഭിച്ചതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ സൂം മീറ്റിംഗിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുക. എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പേര് ഷിബി എം.ആർ. എന്നാണ്. എൻ്റെ വൈഫിന്റെ പേര് സിസിലിയാമ്മ ഷിബി. 2 മക്കളാണ്. ഒന്ന് ജോഷുവ, മോള് കെസിയ. 2 പൈതങ്ങളെ ദൈവം എനിക്ക് നൽകി. അങ്ങനെ കുടുംബമായി വളരെ സന്തോഷത്തോടെ ദൈവകൃപയാൽ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഞാൻ ഇന്ത്യ പൂർണ്ണ സുവിശേഷ ദൈവസഭയിലെ പരുത്തുംപാറ ദൈവസഭയിലെ നെല്ലിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ചർച്ചക്കുണ്ട് സഭയിലെ പാസ്റ്ററാണ്. 35 വർഷമായി കർത്താവിന്റെ വേലയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മാതാവ്, പിതാവ് അവരെല്ലാം വളരെ ആരോഗ്യത്തോടെ ഇന്നുമായിരിക്കുന്നു. എൻ്റെ അപ്പൻ്റെ പേര് രാഘവൻ, അമ്മയുടെ പേര് തങ്കമ്മ. എനിക്കൊരു സിസ്റ്ററുണ്ട്, ഷീബ എന്നാണ് സഹോദരിയുടെ പേര്. 2 പെൺമക്കളാണ് അവർക്കുള്ളത്. സ്തോത്രം. എൻ്റെ സിസ്റ്ററുടെ ഭർത്താവിന്റെ പേര് ജയൻ, പിന്നെ അദ്ദേഹത്തിന്റെ അമ്മ. ഇങ്ങനെ അടങ്ങുന്ന അവരൊരു കുടുംബം. ഞങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെ വളരെ സന്തോഷത്തോടെ ദൈവകൃപയാൽ ജീവനുള്ള കർത്താവിനെ സേവിക്കാനുള്ള ഒരു ഭാഗ്യം ഈ ആയുസ്സിൽ സർവശക്തനായ ദൈവം ഞങ്ങൾക്ക് നൽകി. കർത്താവിന്റെ കൃപയാൽ ഇങ്ങനെ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. എൻ്റെ സാക്ഷ്യം, ഞങ്ങള് ഹിന്ദു ഈഴവ മാർഗത്തിൽ നിന്നാണ് മുമ്പോട്ട് വരുവാനിടയായി തീർന്നു. ഇന്നേക്ക് 35 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യം 35 വർഷമായി ഞാൻ രക്ഷിക്കപ്പെട്ട് ജലത്തിൽ സ്നാനപ്പെട്ട് പെന്തക്കോസ് ക്രിസ്തീയ സഭയിൽ ചേരുവാൻ, അങ്ങനെ കർത്താവിന്റെ സഭയുടെ ശരീരത്തിന്റെ അവയവമായി കർത്താവിന്റെ സഭയുടെ അംഗമായി തീരുവാൻ ഒരു ഭാഗ്യം ഈ ആയുസ്സിൽ ദൈവം എനിക്ക് നൽകി. സ്തോത്രം. ഞാന് ചെറുപ്രായത്തിൽ എൻ്റെ അമ്മ ക്രിസ്തീയമായ ഒരു പശ്ചാത്തലത്തിലേക്ക്, സാമുദായിക കൂട്ടായ്മകളിലേക്ക് കടന്നു വരുവാനുള്ള അവസരങ്ങൾ ഉണ്ടായി. അങ്ങനെ വരാനുള്ള കാരണം, വളരെ പരാധീനതയുള്ള ഒരു ഭവനത്തിലാണ് ഞാൻ ജനിക്കുന്നത്. സാമ്പത്തികമായി വളരെ പരാധീനതയിൽ മുമ്പോട്ട് പോകുന്ന ഒരു കുടുംബം. അപ്പൻ മദ്യപിക്കും, ചീട്ട് കളിക്കും. ഭവനത്തിലെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നോക്കാൻ കഴിയാതെ
വളരെ പ്രയാസജനകമായ അവസ്ഥയിലൂടെ മുമ്പോട്ട് പോകുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം, വീട്ടുകാര്യം നോക്കണം എന്നുള്ള ആ ഒരു വലിയ ഉത്തരവാദിത്വം എൻ്റെ മാതാവിന്റെ മേലായി. അങ്ങനെ മുമ്പോട്ട് പോകാൻ പല ദൈവങ്ങളെ വിളിച്ചെങ്കിലും അവിടെ ഒന്നും ഒരു ഉത്തരം ലഭിക്കാനിടയായി തീർന്നു. ഈ പശ്ചാത്തലത്തിൽ ക്രിസ്തീയമായ പള്ളികളിലും അങ്ങനെയുള്ള കൂട്ടായ്മകളിലേക്ക് കടന്നു ചെന്ന് യേശു കർത്താവിനോട് പ്രാർത്ഥിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. അങ്ങനെ പള്ളികളിലും കൂട്ടായ്മകളിലും ഒക്കെ അമ്മ കടന്നു പോകാനിടയായി എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ. അങ്ങനെ കൂട്ടായ്മകളിൽ കടന്നുപോയതിന്റെ ഫലമായി പലവിധമായ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഭവനത്തിൽ ഉളവാകാനിടയായി. എന്നാൽ തീർത്തും പരാധീനതയുള്ള, വളരെ സമൂഹത്തിൽ വളരെ താണ നിലയിലുള്ള സാമ്പത്തിക സിറ്റുവേഷനിൽ പോകുന്ന ഞങ്ങളുടെ കുടുംബം ഐബരം കോട്ടയം പള്ളിയാടം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് ഞാൻ വളർന്നു വരാനിടയായി തീർന്നു. അപ്പോൾ സാമ്പത്തികമായി പരാധീനതയുള്ള ഒരു കുടുംബമായതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് ദേശത്ത് വളർന്നു വരാനിടയായി. സമൂഹത്തിൽ വളരെ അധപ്പതിച്ച് യാതൊരുവിധ മൂല്യങ്ങളുമില്ലാതെ ജീവിക്കുന്ന ജനങ്ങളുടെ ഇടയിൽ എനിക്കും ജീവിക്കേണ്ടതായിട്ട് വന്നു. അങ്ങനെ ജീവിതത്തിൽ എൻ്റെ ഭൗതികമായ വളർച്ചയിൽ വളരെ സമൂഹത്തിൽ വില കുറഞ്ഞ മോശമായ ജീവിത രീതി പിന്തുടരേണ്ടതായിട്ടുള്ള അവസ്ഥകൾ കടന്നു. അങ്ങനെ ഞാൻ വളർന്നു. യൗവനക്കാരനായി ഈ സമയത്ത് കോട്ടയത്തുള്ള ഒരു പ്രത്യേക പള്ളികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ക്രിസ്തീയ കൂട്ടായ്മയിൽ അമ്മ കടന്നു പോകാനിടയായി. പള്ളികളിൽ നിന്ന് ഇച്ചിറോടെ വ്യത്യസ്തമായ പാട്ടും പ്രാർത്ഥനയൊക്കെ ഉള്ള ഒരു ക്രിസ്തീയ കൂട്ടായ്മ. അങ്ങനെ കടന്നുപോയി. ആ സമയത്ത് എന്നെയും ആ കൂട്ടായ്മയിലേക്ക് അമ്മ കൊണ്ടുപോകാനിടയായി. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ എന്നെ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലേക്ക് അമ്മ വളരെ നിർബന്ധിച്ചു കൊണ്ടുപോകാനിടയായി. എനിക്കും അത് വളരെ താല്പര്യമായി. യേശുവിനോട് പ്രാർത്ഥിക്കുക, അങ്ങനെ കൂട്ടായ്മകളിൽ പോവുക എന്നുള്ളൊരു താല്പര്യം എൻ്റെ ഉള്ളിലും അങ്ങനെ ഉടലെടുക്കുവാനിടയായി. അങ്ങനെ ഞാൻ യൗവനക്കാരനായി മുമ്പോട്ട് പോകുന്നതായ സമയത്ത് ഇങ്ങനെ കൂട്ടായ്മകളിലൊക്കെ കടന്നു പോകുന്നതെങ്കിലും എൻ്റെ ജീവിതം വളരെ വഷളത്വത്തിലേക്ക് കടന്നു പോകാനിടയായി. പള്ളികളിലും മറ്റ് ക്രിസ്തീയമായ പള്ളികളിൽ നിന്ന് ശകലം വ്യത്യാസമുള്ള അതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ കൂട്ടായ്മയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതെങ്കിലും ജീവിതത്തിൽ സ്വഭാവത്തിനോ മറ്റ് ജീവിത രീതികൾക്കോ ഒന്നും വ്യത്യാസം. എങ്ങനെയെങ്കിലും ഭൗതിക വിഷയങ്ങൾ പരിഹരിക്കപ്പെടണം എന്നുള്ളതിനേക്കാൾ അപ്പുറമായി യാതൊരു ആത്മീയ ദർശനങ്ങളും ഈ കൂട്ടായ്മകളിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് മറ്റുള്ള ദൈവങ്ങളെക്കാളെല്ലാം വ്യത്യസ്തമായി യേശുവിനെ വിളിച്ചാൽ ഞങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടും, കുടുംബം നന്നായി പോകും, അങ്ങനെയൊക്കെ ഒരു ആശ്വാസം കിട്ടുമെന്നുള്ള ഒരു ദർശനം മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ ഒരു രീതിയിലാണ് അമ്മ കൂട്ടായ്മകളിൽ പോയതും ഞാൻ അങ്ങനെ പോയതും. അങ്ങനെ കൂട്ടായ്മകളിൽ സംബന്ധിക്കുമ്പോൾ യേശുവുമായിട്ടൊരു ബന്ധമുണ്ടായി. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള അവസരങ്ങൾ ജീവിതത്തിൽ ഉണ്ടായി ഈ കൂട്ടായ്മയിലൂടെ. അങ്ങനെ മുമ്പോട്ട് പോയി യേശുവിന്റെ നാമം വിളിച്ചു പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. യൗവനക്കാരനാണെങ്കിലും വിദ്യാഭ്യാസം കാര്യമായിട്ട് ചെയ്യുവാൻ പറ്റാത്ത ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് സാമ്പത്തികം ആവശ്യമാണ്. അങ്ങനെ എൻ്റെ ചില സങ്കടങ്ങളൊക്കെ ഞാൻ യേശുവിനോട് പറഞ്ഞ് അങ്ങനെ പ്രാർത്ഥിക്കാനിടയായി. അപ്പോൾ എൻ്റെ പ്രാർത്ഥനയിലൂടെ ചില കാര്യങ്ങളൊക്കെ വളരെ
അത്യാവശ്യമായ ചില കാര്യങ്ങളൊക്കെ ഞാൻ ദൈവത്തോട് സങ്കടത്തോടെ പറഞ്ഞ കാര്യങ്ങൾ ആ കർത്താവായ യേശു എനിക്ക് ചെയ്തു തരാൻ ഇടയായി തീർന്നിട്ടുണ്ട്. എൻ്റെ എളിയ വിശ്വാസത്തിൽ യേശു കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിച്ചതിലൂടെ പല അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ സാധിക്കും, കാര്യങ്ങൾ സാധിക്കുമെന്നുള്ള അങ്ങനെ ഒരു വിശ്വാസം ഉടലെടുത്തു. അങ്ങനെ മറ്റ് ദൈവങ്ങളോടൊന്നും പ്രാർത്ഥിക്കാതെ യേശുക്രിസ്തുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് ഞാൻ വളർന്നു വന്നു. പക്ഷേ അതിനപ്പുറമായ ഒരു ആത്മീയ ദർശനമോ ഒരു ഉപദേശമോ ഈ കൂട്ടായ്മയിൽ നിന്നൊന്നും ലഭിച്ചിരുന്നില്ല. അതുകൊണ്ട് ഭൗതികം മാത്രമാണ് നമ്മൾ ഈ ദൈവത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഈ ലോകത്തിലെ സുഖവും സന്തോഷവും സമാധാനവും ഉണ്ടാകണമെന്നുള്ള ചിന്തനേക്കാൾ അപ്പുറമായിട്ട് മറ്റൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ പോയി യൗവനത്തിലേക്ക് വന്നു. കൂട്ടുകാരുമായിട്ടുള്ള ബന്ധത്തിൽ വളരെ മോശമായ ലോകപ്രകാരമുള്ള ഒരു രീതിയിലേക്ക് വളർന്നു വരാനിടയായി. ആ വളർച്ച എന്ന് പറയുന്നത് വളരെ ഭീകരമായ ഒരവസ്ഥയിലേക്ക് അങ്ങനെ വളർന്നു വന്നു. സമൂഹത്തിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും ഒക്കെ തലവേദനയാകത്തക്ക നിലയിൽ വീട്ടുകാർക്ക് എൻ്റെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോൾ യാതൊരു പ്രതീക്ഷയില്ലാത്ത നിലയിൽ ഞാൻ എൻ്റെ ജീവിത പശ്ചാത്തലം ഇങ്ങനെ വളർന്നു വരാനിടയാണ്. വായെടുത്താൽ ചീത്ത പറയുക, അടിപിടി ഉണ്ടാക്കുക, മദ്യപിക്കുക, കഞ്ചാവ് വലിക്കുക, അങ്ങനെ അടിപിടി ഉണ്ടാക്കുക, ജീവിതത്തിൽ യാതൊരു ലക്ഷ്യവുമില്ലാത്തവനായിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുക. അങ്ങനെ വീട്ടുകാര് കൂട്ടുകാരുമായി ഇങ്ങനെ മോശമായ രീതിയിൽ പോകുന്നതൊക്കെ പറയുമ്പോൾ വീട്ടുകാർക്കെതിരായി കയർക്കുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു വരാനിടയായി. ചുരുക്കത്തിൽ ജീവിതത്തിൽ വളരെ ഒരു തകർച്ചയിലേക്കാണ് എൻ്റെ ജീവിതം മുമ്പോട്ട് നയിക്കപ്പെടുവാനിടയായി. കാരണം കൂട്ടുകാരുകൂടി കള്ളു കുടിക്കുക, അതിനോട് ചേർന്ന് കഞ്ചാവ് വലിക്കുക, അങ്ങനെ ലഹരിയുടെ ആ ഒരു വലിയ, അതാണ് ഏറ്റവും വലിയ സന്തോഷമെന്ന് ചിന്തിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുന്നതായ സമയത്ത് ഒരു പ്രത്യേക ഘട്ടത്തിൽ ഞങ്ങളുടെ ദേശത്ത് ഐമൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സമൂഹവുമായിട്ട് ഒരു വ്യക്തിയായിട്ട് വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയും അങ്ങനെ ഒരു വലിയ അടിപിടിയിലേക്ക് കാര്യങ്ങൾ അവസാനിക്കുകയും ചെയ്യും. ആ ഒരു വ്യക്തി എന്നെ ഉപദ്രവിച്ചു. അതിന് പകരം വീട്ടുവാൻ ഞങ്ങൾ 10-11 ചെറുപ്പക്കാർ വടിവാളും ചെയിലും ഒക്കെ ഉപയോഗിച്ച് കള്ളും കഞ്ചാവും കുടിച്ച് അവനെ ഉപദ്രവിക്കാൻ ഞങ്ങൾ ഒരു ദിവസം തീരുമാനിക്കുക. അങ്ങനെ ഞങ്ങൾ കടന്നു വരുമ്പോൾ ദേശത്ത് അവരൊരു വലിയ ശക്തിയാണ് ആ കുടുംബവും. അവരുടെ ആൾക്കാരും ഞങ്ങളുടെ വരവ് കണ്ട് മുമ്പോട്ട് വരാനിടയായി. അവരും മാരകായുധങ്ങളുമായിട്ട് കടന്നു വന്നു. എന്നാൽ കള്ളിനും കഞ്ചാവിനും അതേ അടിമപ്പെട്ടുകൊണ്ട് എങ്ങനെയെങ്കിലും അതേ വൈരാഗ്യം തീർക്കണം, പക വീട്ടണം എന്നുള്ള ചിന്തയോടെ ആ വ്യക്തിയെ വീട്ടിൽ നിന്ന്, ആ ചെറുപ്പക്കാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി അദ്ദേഹത്തെ ഉപദ്രവിക്കുവാനായിട്ട് മാരകായുധങ്ങൾ ഉയർത്തുന്ന സമയത്ത് അദ്ദേഹം വീട്ടിലേക്ക് ഓടിക്കയറിയതായ സമയത്ത് ആ വീടിനകത്തേക്ക് ഞങ്ങൾ ഇരച്ചു കയറി വാതിലുകൾ ചവിട്ടിപ്പൊളിച്ച് അദ്ദേഹത്തെ തലക്കടിച്ച് അതേ ഉപദ്രവിക്കാനിടയാണ്. അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് രക്തം കണ്ടിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുന്നത്. ആ സമയത്ത് അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ചിലരെ കേസ് കൊടുത്തു. പോലീസ് വന്നു. ഞങ്ങള് അവിടുന്ന് രക്ഷപ്പെട്ടു പോകാനിടയായി. അങ്ങനെ ആ കേസ് കോടതിയിലേക്ക് മാറുവാനിടയായി. അത് വളരെ വളരെ ഗൗരവമുള്ള ഒരു കേസായിട്ട് അത് മാറി. ഹരിജൻ മർദ്ദനം, വീട് കയറി ആക്രമം, കൊലക്കുറ്റം എന്നുള്ള നിലയിലേക്ക് ആ കേസ് മാറാനിടയായി. ഞങ്ങൾ 10-11 പേര് ശിക്ഷിക്കപ്പെടേണ്ടതായ ഒരു പ്രത്യേക അനുഭവത്തിലേക്ക് ആ കേസ് മാറുകയാണ്. അങ്ങനെ കോടതിയിൽ കേസ് വാദിക്കുവാൻ തുടങ്ങി. ഞങ്ങളും വക്കീലിനെ വെച്ച്
ഇങ്ങനെ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഞങ്ങളെ കൂട്ടുകാര് ശിക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു പ്രത്യേക ചിന്തകളിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെ ശിക്ഷിക്കപ്പെട്ടാൽ ഞങ്ങളെ ഈ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ ഈ സമൂഹത്തെ മുഴുവനും ഇല്ലാതെയാക്കണമെന്നുള്ള ഒരു പ്രത്യേക ചിന്തയാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായത്. ഇങ്ങനെ ഇരിക്കുന്നതായ സമയത്ത് കേസിന് ഓരോ അവധിക്ക് ഞങ്ങളെ വിളിക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് ഇതിൽ പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയായി. അങ്ങനെ വളരെ പ്രയാസജനകമായ ഒരവസ്ഥയിലേക്ക് കേസ് മാറുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ മദ്രാസ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എൻ്റെ ഡ്രൈവിംഗ് ജോലിയായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ കടന്നുപോയി മദ്രാസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ കേസിൽ എല്ലാവരും ഹാജരാകാതെ വരുന്നത് കൊണ്ട് ഈ കേസ് വിധിയായി കൊലക്കുറ്റത്തിന് ജയിലിലാകേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് കടന്നു. വരണം, പെട്ടെന്ന് കേസിൽ എല്ലാവരും പങ്കുചേരണം, ഇല്ലെങ്കിൽ അത് വലിയ പ്രശ്നമായി തീരുമെന്ന്. ഇങ്ങനെ ഫോൺ കോളിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ നാട്ടിലേക്ക് കോട്ടയത്തേക്ക് കടന്നു വന്നു. ഞങ്ങള് കോടതിയിൽ ഹാജരായി ഇങ്ങനെ ഓരോ അവധികൾ വെച്ച് മുമ്പോട്ട് പോവുകയാണ്. ഈ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു സഹോദരൻ, അതായത് ബേബിച്ചൻ എന്ന് ഞങ്ങൾ ബേബിച്ചായ എന്നാണ് വിളിക്കുന്നത്, അദ്ദേഹം ഞങ്ങളുടെ അടുത്തുള്ള ഒരു വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പെന്തക്കോസ്ത് ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം ഒരു റേഡിയോ പ്രോഗ്രാം കേരളത്തിൽ ആ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ റേഡിയോ പ്രോഗ്രാം, സജീവ ചിന്ത എന്ന് പറയുന്ന ഒരു റേഡിയോ പ്രോഗ്രാം. ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളവർക്കറിയാം. അത് തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്താണത് പ്രക്ഷേപണം ചെയ്യുന്നത്. ഒരു നാടകമാണ്, ഒരു ക്രിസ്തീയ നാടകം. സുവിശേഷം പറയാനുള്ള ഒരു മാധ്യമമായി അവർ ഉപയോഗിക്കുന്നത്. അതിൻ്റെ രചനയും അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹമാണ്. അങ്ങനെ ആ മനുഷ്യൻ ഞങ്ങൾ പെട്ടെന്ന് എൻ്റെയും എൻ്റെ കൂടെയുള്ള എൻ്റെ വളരെ അടുത്തുള്ള സ്നേഹിതരായിരിക്കുന്ന ചിലരുമായിട്ട് അടുത്ത് വന്നിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടായ്മയിൽ, അദ്ദേഹം ഒരു പെന്തക്കോസ്തുകാരനാണ്, ക്രിസ്ത്യാനിയാണ്, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ഒരു ദിവസം കടന്നു വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് വിളിക്കാനിടയാണ്. അപ്പോൾ അദ്ദേഹം എന്നെ വിളിക്കുന്നതായ സമയത്ത് ജീവിതത്തിൽ ഒരു ഭാവി തകർന്നു പോയി എന്ന് കരുതുന്ന ഒരു സമയത്താണ്. ഇനി മുമ്പോട്ട് ഒരു ഭാവിയില്ല, സമാധാനമില്ല, സന്തോഷമില്ല എന്നൊരവസ്ഥയിൽ വന്നെത്തി നിൽക്കുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ആ പെന്തക്കോസ്ത് സഭയിലേക്ക് വിളിക്കുന്നത്. ആദ്യമായിട്ട് പെന്തക്കോസ്തുകാരുടെ ആ സഭയിലേക്ക് കടന്നു പോകാനുള്ള ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് ഉണ്ടാകുന്നത്. കോട്ടയത്ത് പുത്തനങ്ങാടി എന്ന് പറയുന്ന സ്ഥലത്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു പെന്തക്കോസ്ത് സഭയുണ്ട്. ആ സഭയിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ കടന്നു പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. അത് 1989 ആ സമയത്താണ് ഞാൻ ഈ പെന്തക്കോസ്ത് കൂട്ടായ്മയിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുന്നത്. സഭയെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഞാൻ അനേക പള്ളികളിൽ പോയിട്ടുണ്ട്, അമ്പലങ്ങളിൽ പോയിട്ടുണ്ട്, മിക്കവാറും എല്ലാ പള്ളികളിലും ഞാൻ പോയിട്ടുണ്ട്, മറ്റ് കൂട്ടായ്മകളിലെല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഈ പള്ളിയിൽ നിന്ന് വ്യത്യസ്തമായ ചില കൂട്ടായ്മകൾ, കൈയടിച്ചും റമ്മടിച്ചും ഒക്കെ പാടുന്ന പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മകളെല്ലാം ഞാൻ കടന്നു പോയിട്ടുണ്ട്. എന്നാൽ ഈ പെന്തക്കോസ്ത് സഭയിൽ ഞാൻ ആദ്യമായി കടന്നു ചെല്ലുമ്പോൾ അവിടെ ഒന്നും ലഭിക്കാത്ത പ്രത്യേകമായ ഒരു അനുഭവം എനിക്ക് ഈ സഭയിൽ നിന്ന് ഈ കൂട്ടായ്മയിൽ നിന്ന് എനിക്ക് ലഭിക്കാനിടയാണ്. ഞാൻ എല്ലാം തകർന്നവനായി സമാധാനമില്ലാതെ ഈ സഭയിൽ കടന്നു ചെന്ന് കുറച്ച് ദൈവമക്കളുണ്ട്. ഒരു ചെറിയ ഹോളാണ്, റമ്മടിച്ച് പാടുന്നു. അവിടെ ബൈബിളിൽ നിന്ന് ദൈവദാസൻ സംസാരിക്കുന്നു. ഇങ്ങനെ ആ കൂട്ടായ്മയുടെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ പോയിരുന്നു. ആദ്യമായി ഞാൻ പോയിരുന്ന് പ്രാർത്ഥിച്ചു.
അന്ന് എനിക്ക് എന്തോ ഒരു പ്രത്യേകമായ സന്തോഷം തോന്നി. പ്രൈസ് ദി ലോർഡ്. അവിടെയുള്ള ദൈവമക്കളുടെ സ്നേഹവും അവരുടെ ആ സഹകരണവും ഒക്കെ കണ്ടപ്പോൾ ഒരു പ്രത്യേക സന്തോഷം. ഇന്ന് വരെ കിട്ടാത്ത, പലരിൽ നിന്നും കിട്ടാത്ത ഒരു ആത്മാർത്ഥതയും സ്നേഹവും ഒക്കെ എനിക്ക് അവരിൽ നിന്ന് അനുഭവിക്കാനിടയായി. മാത്രമല്ല, അവരുടെ കൂട്ടായ്മയും പ്രാർത്ഥനയും വചനവും ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ എന്തോ ഒരു പ്രത്യേകമായ സന്തോഷം എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും ആ പ്രാർത്ഥനയിലേക്ക് കടന്നുപോയി. വീണ്ടും പല പ്രാവശ്യം കടന്നു പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായി. ഞാൻ ഇന്ന് വരെ കേൾക്കാത്ത ചില സന്ദേശങ്ങൾ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ പറയുവാനിടയായി. ഞാൻ വളരെ ചെറുപ്പമായിരിക്കുമ്പോൾ ആദ്യമായി നമ്മളെല്ലാം മരിച്ചു പോകും, ഒരു ദിവസം മരിച്ചു പോകുമെന്ന് ആദ്യമായി ഞാൻ കേൾക്കുന്ന ഒരു സമയം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. അങ്ങനെ കേൾക്കുന്നതായ സമയത്ത് എനിക്ക് വലിയ നിരാശയുണ്ടായി. കാരണം ഇങ്ങനെ ഒരു ലോകത്തിൽ നമ്മൾ ജീവിച്ചിട്ട് എല്ലാം കണ്ടും കേട്ടും ഒക്കെ മനസ്സിലാക്കി പ്രിയപ്പെട്ടവരോടും ദേശക്കാരോടും കൂട്ടുകാരോടും ഒക്കെ ജീവിച്ചിട്ട് ഒരു ദിവസം മരിച്ചു പോകും എന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ നിരാശയുണ്ടായ ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിന്റെ ബാല്യപ്രായത്തിൽ എനിക്ക് ഉണ്ടായി. എങ്കിലും അതൊരു യാഥാർത്ഥ്യമായതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ദുഃഖിച്ചു നടന്നിട്ട് കാര്യമില്ല. സ്തോത്രം. അതുകൊണ്ട് ഇങ്ങനെ ആ ഒരു ഉള്ളിന്റെ ഉള്ളിൽ മരണത്തെ കുറിച്ചുള്ള ആ ഒരു വലിയ നിരാശ എൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിട്ട്, എന്തെങ്കിലും വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ, എന്തെങ്കിലും നല്ല നല്ല കാര്യങ്ങൾ വരുമ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ആ ഒരു വിശേഷ ദിവസവും കൂടെ കഴിഞ്ഞിട്ട് മരിച്ചാൽ മതിയായിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു പ്രത്യേക നിസ്സഹായ അവസ്ഥയിലൂടെ, നിരാശയിലൂടെ പോകുന്ന അനുഭവം എൻ്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പശ്ചാത്തലത്തിൽ എനിക്ക് ഉണ്ടായിട്ട്. എന്നാൽ ഇവിടെ ഈ കൂട്ടായ്മയിൽ ഞാൻ കടന്നു വരുമ്പോൾ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, സുവിശേഷത്തിലൂടെ അവിടെ പറഞ്ഞ ആ ബൈബിളിൽ വചനത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സത്യമുണ്ട്. മരണം കൊണ്ട് മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നില്ല. മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാണ് ദൈവത്തിൽ നിന്ന് അകന്നു പോയതും മരണം മനുഷ്യ ജീവിതത്തിലേക്ക് കടന്നു വന്നതും എന്നുള്ള ആ ഒരു വലിയ സന്ദേശം എനിക്ക് തിരുവചനത്തിലൂടെ ആദ്യമായി ആ ഒരു പെന്തക്കോസ്ത് ക്രിസ്തീയ കൂട്ടായ്മയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ എനിക്കത് പുതിയ അറിവായി തോന്നി. മരണപരമായ ഒരു ജീവിതമുണ്ടെങ്കിൽ ആ ജീവിതത്തിൽ എനിക്ക് ദൈവത്തോടുകൂടെ ജീവിക്കണം, അങ്ങനെയെങ്കിൽ ആ ഒരു പുതിയ ലോകത്തിൽ എനിക്ക് പോകണം എന്നൊരു ചിന്ത എനിക്കുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. മരണത്തിനപ്പുറമായ രണ്ടവസ്ഥകളെ കുറിച്ച് വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടുത്തെ ദൈവദാസൻ സംസാരിച്ചു. പാപത്തിന്റെ പരിണിത ഫലമായി മനുഷ്യൻ മരിച്ചാൽ നരകത്തിലേക്ക് പോകുന്നു. എന്നാൽ യേശു ക്രിസ്തു എന്ന രക്ഷകൻ, ദൈവം മനുഷ്യനായി ഭൂമി വന്ന് മനുഷ്യന്റെ പാപം നീക്കുവാൻ ഈ ഭൂമിയിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുക. ആ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തീരുമാനിച്ചാൽ, മാനസാന്തരത്തോടെ നാം മുമ്പോട്ട് പോയാൽ, പാപം ചെയ്യാതെ ജീവിക്കാൻ ഒരു തീരുമാനം നമ്മൾ എടുത്താൽ, ദൈവത്തോടുകൂടെ നിത്യകാലം മരണമില്ലാതെ വസിക്കാൻ കഴിയുമെന്നുള്ള ആ ഒരു വലിയ ബൈബിൾ വചനം എൻ്റെ ജീവിതത്തെ ആകമാനം മാറ്റി. കാരണം ഞാൻ എന്ത് വിഷയത്തിൽ നിരാശനായി ഭയപ്പെട്ടോ ആ വിഷയത്തിൽ എനിക്കൊരു വലിയ പ്രതീക്ഷയും പ്രത്യാശയും ഉണ്ടായി. മരണത്തിനപ്പുറം ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയായിരുന്നു. അത് ദൈവത്തോടുകൂടെ ആകണമെന്നുള്ള ഒരു വലിയ ആഗ്രഹം എനിക്കുണ്ടായി. ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇതൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് മരിച്ചാലും ഒരു ദിവസം ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. ഞാൻ മരിക്കും. മരിച്ചു കഴിയുമ്പോൾ ഞാൻ ഇതിൽ വിശ്വസിക്കാത്തവനായി മരിച്ചു പോയതാണ്. ഇതെല്ലാം ഉള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ള യുക്തിപരമായ ഒരു ചിന്തയും എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഏറ്റവും അതേ ബുദ്ധിപരമായ നീക്കമെന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, അതേ കർത്താവിന്റെ വചനമനുസരിച്ച് ജീവിക്കുക, മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച്
അതേ സ്തോത്രം ജീവിക്കുക എന്നുള്ള ഒരു നല്ല പാത, നല്ല തീരുമാനം എൻ്റെ ഉള്ളിലുണ്ടാകും. അങ്ങനെ ഞാൻ എന്നാലാവോളം എൻ്റെ ജീവിതത്തിലെ എല്ലാ അഴുക്ക് വഴികളെയും എന്നാലാവോളം ഞാൻ ഉപേക്ഷിച്ച് എനിക്ക് എങ്ങനെയെങ്കിലും സ്വർഗമുണ്ടെങ്കിൽ അവിടെ പോണം. അതുകൊണ്ട് യേശുവിൽ വിശ്വസിച്ച് ഞാൻ ആ സഭയിൽ കടന്നുപോയി. എന്നാലാവോളം നല്ല വഴി തെരഞ്ഞെടുത്ത് പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി, കൂട്ടായ്മകൾക്ക് കടന്നുപോയി. ഒടുവിൽ ഞാൻ അവിടെ സ്നാനപ്പെടുവാനിടയായി. അങ്ങനെ വെള്ളത്തിൽ മുങ്ങി ഞങ്ങള് കുറച്ച് കൂട്ടുകാരൊന്നിച്ച് സ്തോത്രം ഏകദേശം 5-6 പേര് ഞങ്ങളുണ്ട്. ഞങ്ങൾ ഒന്നിച്ച് സ്തോത്രം വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുവാനിടയായി. അങ്ങനെ സ്നാനപ്പെട്ട് ഞാന് അന്ന് രാത്രിയിൽ പകല് സ്നാനപ്പെട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുന്നതായ സമയത്ത് അന്ന് രാത്രിയിൽ അന്ന് വരെ ഇല്ലാത്തൊരു പ്രത്യേകമായ സന്തോഷം എൻ്റെ ഉള്ളിൽ അലതെല്ലാം തോന്നി. അത് ഞാനായിട്ടുണ്ടാക്കുന്നതല്ല. എൻ്റെ ജീവിതത്തിൽ ഈ ആമേൻ സ്തോത്രം ഒരു പ്രത്യേകമായ സന്തോഷം സ്നാനപ്പെട്ട ദിവസം ഉണ്ടാകുകയാണ്. എൻ്റെ ഉള്ളിൽ നിന്ന് ആ വലിയ സന്തോഷം ഞാൻ വീട്ടിൽ ഇരുന്നില്ല. പെട്ടെന്ന് എന്നെ വിശ്വാസത്തിലേക്ക് ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവന്ന ആ സഹോദരന്റെ വീട്ടിലേക്ക് ഞാൻ രാത്രിയിൽ കടന്നുപോയി. എൻ്റെ പിതാവുമായിട്ട് ഞാൻ കടന്നുപോയി. അവിടെ ചെന്ന് അവരോട് സംസാരിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എന്താണെന്നറിയത്തില്ല, സ്നാനപ്പെട്ട ദിവസം എനിക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറഞ്ഞു. ഇങ്ങനെ ഞാന് ആ കൂട്ടായ്മ വളരെ നെഞ്ചോട് ചേർത്ത് ഇങ്ങനെ പിടിച്ച് കൂട്ടായ്മകളിൽ വളരെ സജീവമായി പങ്കെടുക്കുവാനായിട്ട് തുടങ്ങി. അങ്ങനെ ബൈബിൾ വചനങ്ങൾ കേട്ട് നാളുകളായി ശീലിച്ച പാപ സ്വഭാവം വെറും ഒരു വിശ്വാസം കൊണ്ട് ഉപേക്ഷിക്കാൻ പറ്റാത്ത നിലയിൽ എന്നെ പിന്തുടരുകയാണ്. പക്ഷെ എനിക്ക് സ്വർഗത്തിൽ പോകണം, എനിക്ക് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യണം. പാപം ചെയ്ത് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകത്തില്ല എന്നുള്ള ആ ഒരു വലിയ ബൈബിൾ വചനം എനിക്കൊരു വെല്ലുവിളിയായി മാറും. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വളരെ നിരാശനായി മറ്റൊരു കാര്യത്തിൽ. എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, സ്തോത്രം, ജഡത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പോൾ ഞാൻ വർഷങ്ങളായി ശീലിച്ച പാപ സ്വഭാവങ്ങൾ എന്നെ വളരെ ശക്തമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം, യേശു കർത്താവിനെ കാണാതെ വിശ്വസിച്ചു. സ്തോത്രം, സ്വർഗം ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. യേശുവിൽ ഞാൻ വിശ്വസിച്ചു. യേശുവിന്റെ കൽപ്പന അനുസരിച്ചു. അങ്ങനെയൊക്കെ ചേർന്നെങ്കിലും മറ്റ് പ്രത്യേകമായ വലിയ അനുഭവങ്ങളൊന്നും എനിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വിശ്വാസത്തിന്റെ പേരിൽ സ്തോത്രം, നമ്മൾ നാളുകളായി അനുഭവിച്ചിട്ടുള്ള ശീലിച്ചുകൊണ്ട് വന്നിരുന്ന പാപ സ്വഭാവത്തെ പൂർണ്ണമായി ജയിക്കാൻ കഴിയാതെ ഞാൻ വളരെ നിരാശനായി. ഒരിക്കൽ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ഗൾഫുകാരുടെ വീട് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് അവർ ഗൾഫിൽ പോയിരിക്കുക. ഒരു വലിയ വീടാണ്. ആ വീടിന്റെ ഓപ്പൺ തിണ്ണയിൽ ഞാൻ വളരെ നിരാശനായി കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, എനിക്ക് നന്നായി ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് കർത്താവിന്റെ രാജ്യത്ത് വരണം, ദൈവപൈതലായി ജീവിക്കണം. അങ്ങനെ വളരെ ആത്മാർത്ഥമായി ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. യേശുവേ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനിടയാണ്. പട്ടാപ്പകലാണ് ആ പ്രാർത്ഥന. പട്ടാപ്പകൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ നിരാശനായി ഞാൻ ആ സിറ്റൗട്ടിൽ ചുമ്മാ ഉറങ്ങുകയല്ല, ചുമ്മാ അങ്ങോട്ട് ചാരി നിരാശനായി ഇങ്ങനെ അങ്ങോട്ട് കിടക്കുകയും ഞാൻ ഒരു വലിയ ദർശനം കാണുകയാണ്. ആദ്യമായിട്ട് എൻ്റെ കർത്താവിനെ ഞാൻ നേരിൽ കാണുന്ന ഒരു അവസരമായിരുന്നു അത്. അന്തരീക്ഷത്തിൽ ഏകദേശം ഒരു 20 അടി അകലത്തിൽ അന്തരീക്ഷത്തിൽ കർത്താവ് വലിയൊരു ക്രൂശിൽ കിടക്കുന്ന കാഴ്ച ഞാൻ കാണുകയാണ്. എൻ്റെ മുമ്പിൽ കർത്താവ് അന്തരീക്ഷത്തിൽ ഇറങ്ങി വന്നിട്ട് ഒരു വലിയ മരക്കുരിശിൽ കർത്താവ് ആണികളാൽ തൂങ്ങപ്പെട്ട് കിടക്കുകയാണ്. കർത്താവിന്റെ ചങ്കിൽ നിന്ന് ഒരു പ്രകാശം എൻ്റെ ശരീരത്തിലേക്ക് അടിക്കുകയാണ്. കർത്താവിന്റെ ചങ്കിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഒരു പ്രകാശം, ഒരു പലക നീണ്ടു വരുന്നത് പോലെ ആ പ്രകാശം ഇങ്ങനെ നീണ്ടു വന്നിട്ട് എൻ്റെ ശരീരത്തിലേക്ക് അടിച്ചു. എൻ്റെ ശരീരത്തിൽ ഒരു മോട്ടോർ വെച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഉണ്ടാകുന്ന വൈബ്രേഷൻ ഉണ്ടായി. അത് മാറി വീണ്ടും വീണ്ടും അതുപോലെ തന്നെ ആ ദർശനം ഞാൻ കാണുകയാണ്. വീണ്ടും കർത്താവ് അന്തരീക്ഷത്തിൽ ക്രൂശിന്മേൽ കിടക്കുകയാണ്. കർത്താവിന്റെ ചങ്കിൽ നിന്നൊരു പ്രകാശം ഉത്ഭവിച്ചു വന്നിട്ട് എൻ്റെ ശരീരത്തിലേക്ക് അടിക്കുക. അങ്ങനെ 2 പ്രാവശ്യം ഒരേ അനുഭവം ഉണ്ടായി. ആ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്നുള്ള ആ ഒരു വലിയ ദൈവശബ്ദം എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എനിക്ക് ആ ദൈവത്തെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്താനിടയായി.
എനിക്കൊരു കാര്യം അന്ന് മനസ്സിലായി. ലോകത്തിൽ ഒരു ദൈവം ജീവിക്കുന്നുണ്ടെങ്കിൽ ഭൂമിയുടെ ഏത് കോണിൽ നിന്ന് നമ്മൾ ഞരങ്ങിയാൽ നമ്മുടെ ഞരക്കത്തിന്റെ ശബ്ദം പോലും കേൾക്കുന്ന ഒരു രക്ഷകൻ പ്രൈസ് ദി ലോർഡ് ലോകത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ എന്നെനിക്ക് മനസ്സിലാക്കാനിടയായി. ആ ഒരു ദൈവമല്ലാതെ ഒരു ദൈവം ലോകത്തിലില്ല. ഇത്രയും വർഷത്തിനോട് ആ ബന്ധത്തിൽ അതേ സ്തോത്രം അനേക സ്ഥലങ്ങളിൽ, പള്ളികളിലാകട്ടെ മറ്റ് അമ്പലങ്ങളിലാകട്ടെ ഞാൻ പോയിട്ട് ഒരു എനിക്ക് നൽകി എന്റെ ജീവിതത്തിന്റെ സ്വഭാവത്തെ മാറ്റുവാൻ ഒരു ദൈവങ്ങൾക്കും സാധിച്ചില്ല. അതേ സ്തോത്രം. എന്നാൽ യേശു ക്രിസ്തുവിലേക്ക് ഞാൻ കടന്നു വന്നപ്പോൾ ആ കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. ആ ദൈവന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ തുടങ്ങി. ആ ദൈവന്റെ സങ്കടങ്ങളെ കണ്ട് ഞാൻ ഏത് വിഷയത്തിൽ ഭാരപ്പെട്ടോ ആ വിഷയത്തിനുമേൽ എനിക്ക് കർത്താവ് വിടുതൽ തരുവാനിടയായി. പ്രിയമുള്ളവരെ പറയട്ടെ, എന്റെ ജീവിതം മാറി, അഴുക്ക് കൂട്ടുകെട്ടുകൾ മാറി, മദ്യപാനം മാറി, പുകവലി മാറി, ചീത്ത പറയുന്ന സ്വഭാവം മാറി. അങ്ങനെ ലോകപ്രകാരമുള്ള സകല അഴുക്ക് ചാലുകളിൽ നിന്ന് ഞാൻ മാറി. ആമേ പ്രാർത്ഥനയും കൂട്ടായ്മയും മാത്രമല്ല മറ്റുള്ളവരോട് സുവിശേഷവും സാക്ഷ്യവും പറയുന്ന ഒരു വലിയ നിലയിലേക്ക് ഞാൻ മാറ്റപ്പെടാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ പിതാവിന് 50 വയസ്സുണ്ട്. എൻ്റെ പിതാവിന് 50 വയസ്സുണ്ട്. ആ സമയത്ത് ഞാൻ വിശ്വാസത്തിൽ വരുമ്പോൾ എൻ്റെ പിതാവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ബീഡി വലിക്കുകയും മുറുക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായി. പ്രിയമുള്ളവരെ പറയട്ടെ, ആമേ സ്തോത്രം. ബീഡി വായിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുറുക്കാൻ വായു. ഇങ്ങനെ 50 വർഷത്തോളം അച്ഛന്റെ ഓർമ്മ വെച്ച കാലം മുതൽ മുറുക്കും ബീഡി വലിക. അത് എപ്പോഴെങ്കിലും ഉറങ്ങുമ്പോഴല്ലാതെ സ്തോത്രം ഇങ്ങനെ ചലിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ബീഡി അല്ലെങ്കിൽ മുറുക്കാൻ വായു. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, യേശു ക്രിസ്തു ജീവിക്കുന്നു, സ്വർഗമുണ്ട്, നരകമുണ്ട്. യേശുവിൽ വിശ്വസിച്ച് പാപം മോചിക്കപ്പെട്ട കർത്താവിന് വേണ്ടി ജീവിച്ചാൽ ബീഡി വലിയും മുറുക്കും കള്ളുകൂടിയൊക്കെ നിർത്തിയാൽ സ്വർഗത്തിൽ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ വാക്ക് കേട്ട മാത്രമേ എന്റെ ജീവിതത്തിന്റെ വ്യത്യാസം കണ്ടപ്പോൾ അച്ഛന് തന്നെ അതിശയമായി. അച്ഛനും മനസ്സിലായി അങ്ങനെ ഒരു ദൈവം ജീവിക്കുന്നു, യേശു ക്രിസ്തു ജീവിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞ അന്ന് ബീഡി വലിയും മുറുക്കും മദ്യപാനവും അച്ഛൻ നിർത്തി പെന്തക്കോസ്ത് ക്രിസ്തീയ കൂട്ടായ്മയിൽ വന്ന് സ്നാനപ്പെട്ട ദൈവ പൈതലാണ്. അങ്ങനെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ഒരു ആമേ സ്തോത്രം അപ്പനായിട്ട് അച്ഛൻ മാറി. സ്തോത്രം ഒരു നല്ല ദൈവ പൈതലായിട്ട് അച്ഛൻ മാറി. അതിനുശേഷം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അതേ സ്തോത്രം ആ സത്യത്തെ പിന്തുടരുവാനിടയായി അമ്മയും സ്നാനപ്പെട്ടു. സ്തോത്രം. അങ്ങനെ വീടടക്കം ഞങ്ങൾ ഈ കർത്താവിനെ ആരാധിക്കാനുള്ള ഭാഗ്യവും അവസരങ്ങളും ഈ ആയുസിൽ ദൈവം ഞങ്ങൾക്ക് നൽകി തരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം എന്റെ പെങ്ങളോട് ഞങ്ങൾ സുവിശേഷം പറഞ്ഞു. അങ്ങനെ അവളും വിശ്വാസത്തിന്റെ പാതയിലേക്ക് കടന്നു വരുവാനിടയായി. 2 പെമ്മക്കളാണുള്ളത്. അതേ സ്തോത്രം. ഭർത്താവ് സ്തോത്രം ജോലിക്കാരനാണ്, പഞ്ചായത്തിൽ പിയൂണാണ്. വിശ്വാസത്തിലേക്ക് കടന്നു വന്നതായ സമയത്ത് വളരെ പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അവർക്കുണ്ടാകും. കാരണം ആമേ സ്തോത്രം ഹൈന്ദവ മാർഗത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നുമ്പോൾ സ്തോത്രം അവർക്കത് സഹിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥയായി. എൻ്റെ അളിയന് സ്തോത്രം പെങ്ങളുടെ ഭർത്താവിന് ഒരു ജ്യേഷ്ഠനുണ്ട്. ആ സമയത്ത് അപ്പനും അമ്മയും അവരുടെ കൂടെ ഉണ്ട്. വിശ്വാസത്തിലേക്ക് വന്ന് കുഞ്ഞു പൈതങ്ങളാണ്, പെൺപിള്ളേര് കുഞ്ഞുങ്ങള് 2 പേര് പെൺപിള്ളേരാണ്. സ്തോത്രം. കർത്താവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ അവർക്ക് ഭാവിയിൽ ഒരു നല്ല വിവാഹം ഉണ്ടാകുമോ? ആമേ സ്തോത്ര ആരവരെ വിവാഹം കഴിച്ചുകൊണ്ട് പോകും? ആമേ സാമ്പത്തികമായി പരാധീനമുള്ളവർ കുടുംബം എങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിച്ചിരുന്ന സ്ഥാനത്ത് അതൊന്നും നോക്കാതെ എൻ്റെ പെങ്ങള് കർത്താവിന്റെ നാമമഹത്വത്തിനായി അങ്ങനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാനിടയായി. അങ്ങനെ സ്നാനപ്പെട്ട് ആമേ കർത്താവിനോട് ചേർന്നു. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പെൺകുഞ്ഞുങ്ങളും ആമേൻ അവരെ വളർന്നു വന്ന സമയത്ത് അവരും അമ്മയുടെ പാത പിന്തുടർന്ന് 2 പേര് സ്നാനപ്പെട്ട കർത്താവിനോട് ചേർന്നു. എന്നാൽ പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരുവാൻ തുടങ്ങി. ആമേ സ്തോത്രം. പെങ്ങളുടെ ഭർത്താവ് ജ്യേഷ്ഠൻ അതേ സ്തോത്രം പെങ്ങളുടെ ഭർത്താവിനെ സ്വാധീനിച്ചിട്ട് പറഞ്ഞു, ഇനി 2 ദൈവങ്ങളെ ഇവിടെ സേവിക്കാൻ പറ്റത്തില്ല. ഒന്നെങ്കിൽ ഭർത്താവ്, അല്ലെങ്കിൽ അതേ സ്തോത്രം ആമേ യേശു. ഇതിലേതെങ്കിലും ഒന്നേ പറ്റൂ. അതുകൊണ്ട് യേശുവിനെ തള്ളി പറഞ്ഞില്ലെങ്കിൽ അതേ സ്തോത്രം ഭർത്താവില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങണം. അങ്ങനെ ഒരു പ്രത്യേകമായ പ്രതിസന്ധി കടന്നു വന്നു.
അങ്ങനെ ദേശം മുഴുവനും അതിനെതിരായിട്ട് വന്നു. അമ്മയും അപ്പനും അവരുടെ അമ്മയും അപ്പനും എതിരായി. അങ്ങനെ സ്വസ്ഥതയില്ലാത്ത വലിയ വെല്ലുവിളിയുള്ള ഒരു പശ്ചാത്തലം അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജ്യേഷ്ഠനാണ് ഇവരെല്ലാം ഇങ്ങനെ ഇതിനായിട്ട് ഉത്സാഹിപ്പിച്ച് മുമ്പോട്ട് കടന്നു വന്നത്. എന്നാൽ ആ സമയത്ത് അതേ സ്തോത്രം, ജ്യേഷ്ഠൻ ഒരു ഓട്ടോ ഇടിച്ച് തന്റെ ഓട്ടോ ഇടിച്ച് പെട്ടെന്ന് മരണമടയുകയാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വലിയ ഭയമായി. ആമേ സ്തോത്രം, എല്ലാവരുടെയും വായടയാനിടയായി. ആമേ സ്തോത്രം, തന്റെ പെങ്ങളുടെ ഭർത്താവിന് അതൊരു വലിയ അനുഭവമായി മാറി. അവർ ദൈവത്തെ ഭയപ്പെടാനിടയായി. അങ്ങനെ പ്രതികൂലങ്ങൾ കെട്ടടങ്ങി. അതേ സ്തോത്രം, പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് അവർക്കും കടന്നു വരാനിടയായി. എന്നാൽ ചില നാളുകളായി സ്നാനപ്പെടാതെ പ്രാർത്ഥനയോടും ഇതിനോടൊന്നും അവർക്ക് എതിരില്ലായിരുന്നു. പക്ഷെ എന്നാൽ ആമേ സ്തോത്രം, ഭർത്താവിന്റെ അമ്മ 90 വയസ്സിൽ ഈ കഴിഞ്ഞിടയിൽ അവർ സ്നാനപ്പെടാനിടയായി. ആമേ സ്തോത്രന്റെ അളിയൻ അതേ വിശ്വാസത്തിൽ വന്ന് സ്നാനപ്പെട്ട് കർത്താവിനോട് ചേരാനിടയായി. ഇന്ന് അനേകരോട് സുവിശേഷം പറയുന്ന ഒരു വലിയ മനുഷ്യനായി മാറി. എന്നാൽ ഇങ്ങനെ എന്റെ അളിയൻ അല്ലെങ്കിൽ പെങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ വിശ്വാസത്തിലേക്ക് വരാൻ കാരണമായതിന്റെ പിന്നിൽ മറ്റൊരു പശ്ചാത്തലങ്ങളുണ്ട്. കാരണം എന്നാന്ന് ചോദിച്ചാൽ, നാട്ടുകാരും ആമേ സ്തോത്രം ഒക്കെ തന്റെ പെങ്ങളുടെ ഭർത്താവിന്റെ ചെവിയിൽ മന്ത്രിച്ച ചില കാര്യങ്ങളുണ്ട്. അത് മറ്റൊന്നുമല്ല, നിന്റെ 2 പെൺമക്കൾ വളർന്നു വന്നിരിക്കും, അവർക്ക് എവിടെ നിന്ന് ഒരു നല്ല വിവാഹം കിട്ടും, അവരെ ആര് വിവാഹം കഴിച്ചുകൊണ്ട് പോകും, പെന്തക്കോസ്തിൽ വന്നിരിക്കുക. പ്രിയമുള്ളവരെ പറയട്ടെ, ഈ വെല്ലുവിളികളെല്ലാം നിലനിൽക്കുമ്പോഴാണ് എൻ്റെ പെങ്ങളുടെ 2 മക്കൾക്കും ഉന്നതമായ കുടുംബങ്ങളിൽ നിന്ന്, അതായത് യാക്കോബ പാരമ്പര്യ കുടുംബങ്ങളിൽ നിന്ന് വിശ്വാസിൽ വന്നു. 2 അനുഗ്രഹിക്കപ്പെട്ട അതേ സഹോദരങ്ങൾ അവരാലോചിച്ച്, അവർക്ക് ഇഷ്ടപ്പെട്ട് ആലോചിച്ച്, അങ്ങനെ എല്ലാവരും അറിഞ്ഞ് വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വിവാഹം നടക്കാനിടയായി. സ്തോത്രം. അങ്ങനെ അവരുടെ വിവാഹം നടന്നപ്പോൾ ദേശത്തെല്ലാവരും വായടഞ്ഞു പോയി. കാരണം അതേ സ്തോത്രം, അവരെല്ലാം വിചാരിച്ചതിനേക്കാൾ അപ്പുറമായി ദൈവം ആ കുഞ്ഞുങ്ങളെ മാനിക്കാനിടയായി. സ്തോത്രം. അപ്പോൾ അങ്ങനെ ഒരു മാന്യത അതേ എൻ്റെ പെങ്ങളുടെ ഭർത്താവ് അനുഭവിക്കാനിടയായി തീർന്നപ്പോൾ, ആ കുടുംബത്തിൽ വന്നപ്പോൾ ദേശക്കാര് പറയാൻ തുടങ്ങി, ഇനി നീ എന്തിനാണ് സ്തോത്രം പെന്തക്കോസ്തിൽ പോകാതിരിക്കുന്നത്? ഇനി എന്തുകൊണ്ടാണ് നീ ക്രിസ്ത്യാനിയാകാതിരിക്കുന്നത്? ഇനി നിനക്കും ധൈര്യമായിട്ട് പോകാമല്ലോ. ഒരു കാലത്ത് നിന്റെ മക്കളെ ആര് കൊണ്ടുപോകും? അതുകൊണ്ട് അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കണമെന്ന് പറഞ്ഞവർ പറഞ്ഞു. സ്തോത്രം. ഇതുപോലെ ഈ ദൈവപ്രവൃത്തി കണ്ടപ്പോൾ അവർക്കും വലിയ വിശ്വാസം. അങ്ങനെ പെങ്ങളുടെ ഭർത്താവും സ്നാനപ്പെട്ട് വിശ്വാസത്തിൽ വന്നു. ഇന്ന് ഒരു നല്ല സുവിശേഷകനായി ഞങ്ങളുടെ അയ്മനത്തുള്ള കർത്താവിന്റെ ദാസൻ കോസൂട്ടി പാസ്റ്ററോട് ചേർന്ന് അനേക സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഈ കർത്താവിന്റെ ദാസിയുടെ ഭർത്താവാണല്ലോ ഞങ്ങളുടെ സ്തോത്രം ദൈവദാസൻ. ആ ദാസനിലൂടെ ഒന്നിച്ച് അവരനേക സ്ഥലങ്ങളിൽ കടന്നുപോയി വളരെ ഉത്സാഹത്തോടെ ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം എന്ന് പറയാം. അതിനുശേഷം ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിക്കാനിടയായി. സ്തോത്രം. മുളക്കുഴ ദൈവസഭയുടെ ബൈബിൾ കോളേജിൽ സ്തോത്രം ഞാൻ 93 അവിടെ ചേർന്ന് പഠിക്കാനിടയായി. 3 വർഷക്കാലം അവിടുത്തെ ബൈബിൾ പഠനം പൂർത്തീകരിച്ചതിന് ശേഷം ഞാൻ ദൈവസഭയുടെ അനേക സഭകളിൽ ശുശ്രൂഷകനായിട്ട് ഇരിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്തോത്രം, ദൈവം എന്നെ അങ്ങനെ ആ ഒരു അനുഭവത്തിലേക്ക് ഉയർത്തുവാനിടയായി. ഇന്ന് ഞാൻ സ്തോത്രം നെല്ലിക്കൽ സ്തോത്രം ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ്. അത് മാത്രമല്ല, എന്നെ രക്ഷിച്ച കർത്താവിനെ കുറിച്ച് സ്തോത്രം അനേകരോട് പറയണമെന്നുള്ള ആ ഉള്ളത്തിലെ ഹൃദയവാഞ്ച, ആ ആത്മഭാരം ഇന്നും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ആയതുകൊണ്ട് ഞാൻ അനേക സ്ഥലങ്ങളിൽ കടന്നുപോയി. എന്നാൽ ആവോളും സ്തോത്രം സുവിശേഷം ഞാൻ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കൊരു സ്പീക്കറുണ്ട്. ആ സ്പീക്കർ ഉപയോഗിച്ചൊരു വാഹനമുണ്ട്. അതെല്ലാം ഉപയോഗിച്ച് എൻ്റെ കൂട്ടു സഹോദരങ്ങളെയൊക്കെ വിളിച്ച് ഞങ്ങൾ അനേക സ്ഥലങ്ങളിൽ പോയി ഈ കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം എന്നെ വിടിവിച്ച, എന്നെ രക്ഷിച്ച ഈ കർത്താവ് മറ്റുള്ളവരും അറിയണം. അവർ നരകത്തിൽ പോകരുത്, അവർ ദൈവരാജ്യത്തിന്റെ അവകാശിയായി തീരണം എന്നുള്ള വലിയ ആത്മഭാരത്തോടെ മറ്റുള്ളവരോട് ഞാൻ സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുക. ലോകത്തിൽ വലിയ സമ്പത്തോ ഒന്നുമല്ല എൻ്റെ ജീവിതത്തിൽ ലക്ഷ്യമെന്ന് പറയും. സമ്പത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും
കർത്താവിന്റെ വേല ചെയ്യണം, ദൈവത്തിന്റെ രാജ്യത്ത് പോകണം, കർത്താവിനോടുകൂടെ വസിക്കണം, അനേകരെ ഈ സത്യം അറിയിക്കണമെന്നുള്ള ആ വലിയ ആത്മഭാരത്തോടെ ഞാൻ ഇങ്ങനെ ഈ നാളുകളിൽ മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ അതേ സ്തോത്രം, ദൈവം എന്നെ ഈ കാലഘട്ടം വരെ, ഇപ്പോൾ വരെ അതിശയകരമായിട്ടാണ് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് എനിക്ക് ആശ്രയിപ്പാൻ ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയുക. കർത്താവിന്റെ ജീവിതത്തിൽ ഒരുക്കിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നത്, ആമേൻ, അനുഭവിക്കുന്നത്, ആമേൻ, എന്റെ കർത്താവ് എന്റെ രക്ഷകനും ആമേൻ എന്റെ ദൈവമായി എന്നുള്ളതാണ്. ജീവിക്കുന്ന ഒരു ദൈവത്തെ കാണുവാൻ, അറിയുവാൻ എന്റെ ജീവിതത്തിൽ ലഭിച്ച ഭാഗ്യമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയും. സ്തോത്രം. അതിനേക്കാൾ വലുതായി ലോകത്തിന് ഞാൻ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് എന്നാൽ ആവോളും ഈ ദൈവത്തെ പ്രസാദിപ്പിച്ച് ആമേൻ സ്തോത്രം അനുസരിച്ച് ഒരു നല്ല വിശുദ്ധ ജീവിതം ചെയ്ത് ഭക്തിയോടെ ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച് അതേ ഞാൻ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. ദൈവം എനിക്ക് തരുന്ന ആത്മീയ സന്തോഷത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തിരുവചനം എടുക്കാനുള്ള സമയങ്ങളൊന്നുമില്ലെങ്കിലും എഫേസ്യ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ആമേൻ സ്തോത്രം 66 പുസ്തകങ്ങളുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളിൽ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അതേ ആമേൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ സമ്പാദിച്ച അതേ തിരുസഭയെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. ആമേൻ കർത്താവിന്റെ ശരീരമാകുന്ന സഭയെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ് എഫേസ്യ ലേഖനം എന്ന് പറയും. ആ എഫേസ്യ ലേഖനത്തിൽ അതേ സ്തോത്രം അതേ ദൈവം ചെയ്ത അനേക കാര്യങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം എന്ന് പറയുന്നത് 3-ാം അധ്യായം, അതിന്റെ സ്തോത്രം 3-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ നമുക്ക് പൗലോസിന് ഒരു മർമ്മം അതേ സ്തോത്രം വെളിവായി വന്നു. ആ മർമ്മം എന്താണ് എന്നാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ ആ 3-ാം അധ്യായം 5-6 വാക്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. അത് ഇപ്രകാരമാണ്: ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തങ്ങളിൽ പങ്കാളികളും ആകേണം എന്നുള്ളത് തന്നെ. പ്രിയമുള്ളവരെ, ദൈവം ലോകത്തിലുള്ള അതേ സ്തോത്രം ജാതികളായ എനിക്കും നിങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയ ഏറ്റവും വലിയ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. ലോകത്തിൽ യഹൂദനൊഴികെ ആരും ഈ ലോകത്തിൽ ദൈവജനങ്ങളില്ലായിരുന്നു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. മനുഷ്യവർഗത്തിന്റെ രക്ഷകനെ ഈ ഭൂമിയിലേക്ക് അയക്കുവാൻ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് യഹൂദൻ എന്ന് പറയുന്ന ജാതി. പ്രൈസ് ദി ലോർഡ്. അവരാണ് ദൈവത്തിന്റെ ജനം. എന്നാൽ സ്തോത്രം, ആ ദൈവജനത്തിലൂടെ ലോകത്തിലുള്ള സകല ജാതികൾക്കും കർത്താവ് ഒരു രക്ഷയൊരുക്കി. അതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിലൂടെ ആ രക്ഷ നമുക്ക് ലഭിക്കാൻ ഇടയായി തീർന്നത് സുവിശേഷം കേട്ടതിലൂടെ. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള എന്താണ് സുവിശേഷം? യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷയെക്കുറിച്ചുള്ള സന്ദേശമാണ് സുവിശേഷം. ആ സുവിശേഷം നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ ദൈവം നമുക്കൊരു ഭാഗ്യം തന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം അത് പൂർവ്വകാലങ്ങൾക്ക് മറഞ്ഞു കിടന്ന ഒരു മർമ്മമാണ്. എന്നാൽ അപ്പോസ്തലനായ പൗലോസിന്, ദൈവത്തിന്റെ ദാസനായ പൗലോസിന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇടയായി. അങ്ങനെ സുവിശേഷത്താൽ നാം സ്തോത്രം കർത്താവിലേക്ക് കടന്നു വരാനിടയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നാം അതിന്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. 2-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യവും അതിന്റെ 5-1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു സത്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, ഞാനും നിങ്ങളും സുവിശേഷം കേൾവിയിലൂടെ, കർത്താവിനോട് അടുത്തതിലൂടെ, യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചതിലൂടെ, അതേ സ്തോത്രം ദൈവകൽപ്പന അനുസരിച്ചതിലൂടെ ഞാനും നിങ്ങളും വീണ്ടെടുക്കപ്പെടുവാനിടയാണ്. ദൈവത്തിന് സ്തോത്രം. അത് എവിടുന്നാണ് വീണ്ടെടുക്കപ്പെട്ടത്? ദൈവത്തിന് സ്തോത്രം. അതിനെക്കുറിച്ച് അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: അതേ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ നോക്കിക്കേ, പാപത്തിന്റെ ചേറ്റിലും നാശക്കുഴിയിലും ആയിരുന്ന നമ്മെ സുവിശേഷ കേൾവിയിലൂടെ
യേശു ക്രിസ്തുവിലേക്ക് നമ്മെ അടുപ്പിച്ചു. സ്തോത്രം. നാം അത് അംഗീകരിപ്പാനിടയായി. യേശു ക്രിസ്തുവിനെ കുറിച്ച് കേട്ടു, യേശു ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കി സുവിശേഷത്താൽ. അങ്ങനെ നാം ദൈവത്തിന്റെ വചനത്തിന് മുമ്പാകെ നമ്മെ സമർപ്പിച്ചു. അതേ സ്തോത്രം, നാം യേശുവിൽ വിശ്വസിച്ചു, കർത്താവിന്റെ കൽപ്പന അനുസരിക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മെ അതിക്രമങ്ങളിൽ നിന്ന് ഉയർപ്പിക്കാനിടയായി തീർന്നു. അതിന്റെ സ്തോത്രം, അതിന്റെ 5 മുതലുള്ള വാക്യങ്ങളൂടെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. നോക്കുക, അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ കർത്താവ് ഉയർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ആ കർത്താവിന്റെ കൽപ്പന നാം അനുസരിച്ചതിലൂടെ കർത്താവ് നമ്മെ അതേ അതിക്രമങ്ങളിൽ നിന്ന് മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിക്കുവാനിടയാക്കി. അതെ, അങ്ങനെ ക്രിസ്തുയേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചപ്പോൾ സ്വർഗത്തിൽ ഇരുത്തിയിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ. അതേ, കർത്താവിനെ സ്വീകരിച്ചതിലൂടെ, ദൈവകൽപ്പന അനുസരിച്ചതിലൂടെ, അതേ സ്തോത്രം, വരും കാലങ്ങളിൽ നാം അനുഭവിക്കാൻ പോകുന്നത് വലിയ ആത്മീയ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നോക്കുക, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ വീണ്ടെടുപ്പ്, സ്തോത്ര, സുവിശേഷ കേൾവിയിലൂടെ നാം കർത്താവിനെ അറിഞ്ഞു. ആ വചന സത്യങ്ങളിലൂടെ ദൈവകൽപ്പന അനുസരിക്കണം, ആ കർത്താവിന് വേണ്ടി ജീവിക്കണം എന്നുള്ള സത്യം മനസ്സിലാക്കി ആ കർത്താവിന്റെ പാതയിലേക്ക് നാം കടന്നു വന്ന് ദൈവകൽപ്പന അനുസരിച്ചപ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നമ്മെ ദൈവം ഉയർപ്പിക്കാനിടയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നെന്ന് ഓർക്കണം. ഇങ്ങനെ അതേ സ്തോത്രം, ഉയർപ്പിക്കപ്പെട്ട അതിക്രമങ്ങളിൽ നിന്ന് വിടുവിക്കപ്പെട്ട നമുക്ക് സ്തോത്രം വീണ്ടും അതിനുശേഷം ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ച് അതിന്റെ 1-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, സ്തോത്രം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുയേശുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവും ദൈവവും പിതാവുമായവന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. നോക്കുക പ്രിയമുള്ളവരെ, നോക്കുക, എത്രമാത്രം വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. സ്തോത്രം. ഒന്ന്, സുവിശേഷ കേൾവിയിലൂടെ നാം കർത്താവിനെ അറിയാനിടയായി. ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണമെന്ന്, പാപത്തെ ഉപേക്ഷിക്കണമെന്ന്, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്നുള്ള സന്ദേശം നാം കേട്ടു. അങ്ങനെ നാം ദൈവത്തിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് കർത്താവിനെ ഉള്ളത്തിൽ കൈക്കൊണ്ട് സ്തോത്രം, പാപത്തിൽ നിന്ന് നാം മോചനം പ്രാപിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ദൈവം ഉയർപ്പിക്കുവാനിടയായി തീർന്നു. സ്തോത്രം. അങ്ങനെ ഉയർപ്പിക്കപ്പെട്ട പുതുമനുഷ്യരായി തീർന്നിരിക്കുന്ന ദൈവമക്കളായി തീർന്നിരിക്കുന്ന നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹന്നാലും ക്രിസ്തുയേശുവിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു. അപ്പൊ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളും ആർക്കുള്ളതാ? രക്ഷിക്കപ്പെട്ട സ്തോത്രം, ദൈവമക്കളായി തീർന്ന തന്റെ സഭയ്ക്കുള്ളതാണ് ആ അനുഗ്രഹങ്ങളെല്ലാം. ദൈവമക്കളെ, സ്വർഗത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുക. ദൈവത്തിന് സ്തോത്രം. സ്തോത്രം. നോക്കുക, എന്തിനു വേണ്ടിയാണ് ഞാൻ ഇനി സ്തോത്രം കൂടുതൽ ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നില്ല. ഒന്ന് ഓടിച്ചു പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. എന്തിനു വേണ്ടിയാണ് ഈ അനുഗ്രഹങ്ങൾ നമുക്ക് തരും നോക്കണം. സ്തോത്രം, നാം സുവിശേഷം കേട്ടു. സ്തോത്രം, പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചു, ഉയർത്തപ്പെട്ടു. സ്തോത്രം, വീണ്ടെടുക്കപ്പെട്ട നമുക്ക് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹം എന്താണ്? സ്വർഗത്തിൽ സകല അനുഗ്രഹങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി ഈ ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ ദൈവം തരുന്നത് നമ്മുടെ ഇഷ്ടമുള്ള വഴിയെ നടക്കാനല്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എന്തിനു വേണ്ടിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്? ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ, 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, നാം തന്റെ സന്നിധിയിൽ, പ്രൈസ് ദി ലോർഡ്, നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. നാം ആരാകണം? നാം സ്തോത്രം, വിശുദ്ധരും നിഷ്കളങ്കരുമാകണം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. എന്നാൽ നോക്കിക്കേ, ആമേ സ്തോത്രം, ഈ രണ്ടാം അധ്യായത്തിന്റെ ആമേ സ്തോത്രം ചില ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, അതിന്റെ രണ്ടാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു നോക്കിക്കേ. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. നോക്കുക പ്രിയമുള്ളവരെ, നാം ദൈവത്തിന്റെ ശത്രുക്കളായിരുന്നു, ദൈവത്തിന്റെ കോപത്തിന് പാത്രങ്ങളായിരുന്നു. സ്തോത്രം. ഇന്ന് ലോകത്തിൽ നടക്കുന്ന അനർത്ഥങ്ങളുടെയും ആമേ സ്തോത്ര കെടുതികളുടെയൊക്കെ പിന്നിൽ മനുഷ്യന്റെ പാപമാണെന്ന് ഓർക്കണം. ക്രൈസ്തലോ, പാപത്തോട് ദൈവത്തിന് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. പാപം ചെയ്യുന്നവർക്ക് വേദനകൾ ഉണ്ടാകും, ആമേ അവർക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകും. പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവർക്ക് മാത്രമേ ആമേ ദൈവിക സമാധാനവും സംരക്ഷണവും ഉണ്ടാകുന്നുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ നാം ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ ആമേ സ്തോത്രം എങ്ങനെയായിരുന്നു? ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. നോക്കുക, ഇവിടെ പറയാണ് സ്തോത്രം, അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും, ഈ ലോകത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് നമ്മൾ ജീവിച്ചത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിന്റെ പാപം അനുസരിച്ചാണ് ജീവിച്ചത്. എന്നാൽ അതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഒരു ശക്തി ഉണ്ടായിരുന്നു. ആ ശക്തി എന്താണ്? ആമേ സ്തോത്രം, ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. പ്രിയമുള്ളവരെ നോക്കുക, ദൈവത്തിന് സ്തോത്രം. അതേ, പാപത്തിൽ ജീവിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അത് ദൈവത്തിന്റെ ശക്തിയല്ല, പൈശാചിക ശക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ വിട്ട് ആമേ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും ശിക്ഷ മേടിച്ച് ഈ ഭൂമിയിലും ആകാശത്തും വ്യാപരിക്കുന്ന ഒരു ദുഷ്ടശക്തിയുണ്ട്. അതാണ് പൈശാചിക ശക്തി. ആ ശക്തിയാണ് ഇന്ന് ലോകത്തിലുള്ള സകല മനുഷ്യരെയും ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ട് പാപം ജയിച്ചുകൊണ്ട് ദൈവത്തിന് വിരോധമായി പലതും മനുഷ്യനെ കൊണ്ട് ചെയ്യിക്കും. ആ ശക്തിക്ക് അടിമകളായിരുന്നു ഞാനും നിങ്ങളും. എന്നാൽ ആമേ സ്തോത്രം നോക്കുക, അവിടെ നിന്ന് അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. ദൈവമായിട്ട് യാതൊരു സമാധാന ബന്ധവും നമുക്കില്ലായിരുന്നു. ദൈവത്തിൽ നിന്ന് യാതൊരു അനുഗ്രഹവും നമുക്കില്ലായിരുന്നു. ആമേ, ഒരു സമാധാനവും ഇല്ലാത്തവരാ നാം ജീവിച്ചവരായിരുന്നു. ആമേ, എന്നാൽ നോക്കുക, അതിന്റെ 4-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ആമേ ക്രിസ്തുവിനോട് കൂടെ കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കും. നോക്കുക, കൃപയാൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം നമ്മെ സഹായിക്കും. ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാനിടയായി കരുണാസമ്പന്നനായ ദൈവം സ്നേഹിച്ച മഹാസ്നേഹം, ആ ദൈവത്തിന്റെ മഹാസ്നേഹമാണ് ക്രൂശിന്മേൽ നാം കണ്ടത്. ആ പ്രൈസലോ, ആ സ്നേഹമാണ് ദൈവത്തോട് നമ്മെ അടുപ്പിച്ചത്. ആമേ സ്തോത്രം, നാം ഉയർത്തുവാനിടയായി തീർന്നത്, പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനിടയായി തീർന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിന് യോഗ്യരാക്കി നാം മാറിയത്. ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, സഹോദരങ്ങളെ, അതേ സ്തോത്രം, ഈ നല്ല കർത്താവിനോട് ചേർന്നിരുന്നു പ്രൈസലോ പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട നാം സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്തിന് യോഗ്യരായി തീർന്നിരിക്കുന്ന ആമേ, ഞാനും നിങ്ങളും, എന്നെയും കുറിച്ചും നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ താല്പര്യം എന്താണ്? ആമേ, പഴയ പാപത്തിന്റെ വഴിയിൽ നടക്കുക എന്നുള്ളത്. ഞാനും നിങ്ങളും വിശുദ്ധരും നിഷ്കളങ്കരുമായി തീരണം. സമയത്തിന്റെ ആമേ പരിമിതിയിൽ ഞാനിവിടെ നിർത്തട്ടെ. എനിക്ക് അനുവദിച്ചു തന്ന സമയം തീരുന്നു. അതുകൊണ്ട് ആമേ സ്തോത്രം, ഇന്ന് പകലിൽ ആമേ സ്തോത്രം, എന്റെ സാക്ഷ്യം കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേ, നാം കേട്ട തിരുവചനത്തിനു മുമ്പാകെ ആമേ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ ഭൂമിയിൽ ദൈവം തരുന്ന ആയുസിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി നമുക്ക് ജീവിച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാം. ദൈവത്തിന്റെ പദ്ധതി നമ്മളിൽ നടക്കട്ടെ. അനേകരെ നമ്മളിലൂടെ നമുക്ക് നേടിയെടുക്കുവാനുള്ള ആത്മഭാരത്തോടെ നമുക്ക് ജീവിക്കാം. സർവശക്തനായ ദൈവം ഈ സാക്ഷ്യത്താലും വചനത്താലും നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന കർത്താവിന്റെ വിലപ്പെട്ട ദാസി ബീന തോമസ്, കർത്താവിന്റെ ദാസിയോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. സർവശക്തനായ ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.